കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാക്കനാട് KMM കോളേജിലെ NCC ക്യാമ്പിൽ പങ്കെടുത്ത 70ഓളം സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 600ഓളം കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ കുറിച്ച് പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സരുൺ ശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ ഇപ്പോൾ ഉള്ളത് ഇവരെ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുന്ന ആശുപത്രിക്ക് മുന്നിലാണ്. അരുൺ, ഇപ്പോൾ എത്ര വിദ്യാർത്ഥികൾ ആ ആശുപത്രിയിലുണ്ട്? ഇവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഏത് ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് സംശയം? ഞാനിപ്പോൾ നിൽക്കുന്ന ആശുപത്രിയിലല്ല, ക്യാമ്പ് നടന്ന KMM കോളേജിലാണ്. ഇവിടെ രക്ഷകർത്താക്കൾ കൂട്ടത്തോടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷകർത്താക്കൾ ഈ ക്യാമ്പിലേക്ക് എത്തി അവരുടെ കുട്ടിയെ വിട്ടുകിട്ടണം എന്നുള്ള ആവശ്യമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത്. ചേട്ടാ, മകളാണോ ഇവിടെ ക്യാമ്പിലുള്ളത്? മകളാണോ ക്യാമ്പിൽ? അതെ അതെ. എന്താ മകൾക്ക് എന്താ ആരോഗ്യ പ്രശ്നമുണ്ടോ? ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് കേൾക്കണു, പക്ഷെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഔട്ട് പാസ് കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിനാണ് വെയിറ്റ് ചെയ്യണത്. മകളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ആരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല. സോ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ്. ഇന്ന് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായത്? നേരത്തെ അങ്ങനെ ഉണ്ടായി എന്തെങ്കിലും? അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് മാത്രം ഇപ്പോഴത്തെ അറിഞ്ഞുള്ളൂ. ഒരു അരമണിക്കൂറായിട്ടുള്ളൂ അറിഞ്ഞിട്ട്. അതങ്ങോട്ട് വന്നേ. ഇത്തരത്തിൽ നിരവധി രക്ഷകർത്താക്കളാണ് ഇവിടെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ മോനായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോഴേ അവർ പറയുന്നത് അവർക്ക് കൊടുത്ത ഫുഡ് ശരിയല്ല. ഇന്നലെ കൊടുത്ത ചിക്കൻ ബിരിയാണിയിൽ ചിക്കനൊന്നും വെന്തിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മറ്റു കുട്ടികൾ, എല്ലാ കുട്ടികളും പറയുന്നുണ്ട്. ഇപ്പോൾ ഗേറ്റിൽ വന്ന് സംസാരിച്ച ലേഡി ആയുള്ള കുട്ടി പറഞ്ഞത് അത് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഫുഡാണ്, ആ ഫുഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മിനറൽ വാട്ടറാണ് തരുന്നത് വെച്ചാൽ പറഞ്ഞാൽ അല്ല, ഇവിടുന്ന് ഏതൊരു വെള്ളം തിളപ്പിച്ചു, ആ തിളപ്പിച്ച വെള്ളം കുടിച്ചാണ് പ്രശ്നമായെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. പിന്നെ NCC അധികൃതർ പറയുന്നത് ഏകദേശം 15 കുട്ടികളെ ആശുപത്രിയിലായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതറിയില്ല, പക്ഷെ എന്തായാലും നമ്മൾ എൻ്റെ മകൻ്റെ കൂടെയുള്ള കുട്ടികളിൽ 1-2 പേര് ഇന്നലെ ഛർദ്ദിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്നലെ ഛർദ്ദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇന്ന് ഛർദ്ദിച്ചിട്ടെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ മകൻ്റെ, അപ്പം ഞാനിപ്പോൾ അവനായിട്ട് സംസാരിച്ചു ഫോണിൽ. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ കൂടെയുള്ള അവൻ ഛർദ്ദിച്ചിട്ടില്ല, പക്ഷേ അവൻ്റെ കൂടെയുള്ള 2 കുട്ടികൾ ഛർദ്ദിച്ചിട്ടുണ്ട്. ഒരാൾ 3 പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ട്, ഒരാൾ ഛർദ്ദിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ എന്താ അവസ്ഥയെന്ന് അറിയണമല്ലോ കുട്ടികൾക്ക്. നമ്മൾ മീഡിയ വഴിയാണ് ഇത് കണ്ടത്. മീഡിയ വഴിയാണ് നമ്മളിത് അറിയുന്നത്. ഇങ്ങനെ കുട്ടികൾ ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പോഴാണ് ഞാൻ സാറിനെ വിളിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ് ആ കുട്ടികൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാനിവിടെ വരിക ചെയ്തത്. വന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഇനിയിപ്പോൾ ഇതെന്താ കാര്യമെന്ന് അവർ പറയണം, മാനേജ്മെന്റ് പറയണം. ആശങ്കപ്പെട്ടുകൊണ്ടാണ് രക്ഷകർത്താക്കൾ കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് എത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അമ്മമാർ ഉൾപ്പെടെ, അമ്മയും അച്ഛനും ഒക്കെ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ക്യാമ്പിലേക്ക് എത്തിയത്. കാരണം ഈ വാർത്ത വന്നതിന് ശേഷം വളരെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ആദ്യം 15 പേർക്ക് 20 പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ എണ്ണം കൂടുകയാണ് പിന്നീട് ഉണ്ടായത്. ജില്ലയിലെ 3ഓളം ആശുപത്രികൾ, അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജ്, അതോടൊപ്പം തന്നെ സൺറൈസ്, അതോടൊപ്പം തന്നെ BNB ഹോസ്പിറ്റലിലും കുട്ടികളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ആരോ ഉള്ള ഇവിടെ? എൻ്റെ മകനുണ്ട്. അവനുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവൻ 2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അവൻ്റെ കൂടെയുള്ള ആൾ 3ാമത് വൊമിറ്റ് ചെയ്ത് തീരെ തളർന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ആളെ കൊണ്ടുപോയിട്ടില്ല. അവനുമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചതാണ്. അപ്പോൾ ആളെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ കുറേ പേരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇവരൊരു ക്ലാരിറ്റി തരണം. ഒന്നേ പിള്ളേരെ കൊണ്ട് നമ്മളോട് സംസാരിപ്പിക്കണം. അത് ചെയ്യുന്നില്ല. ഇവരാരും അതിൻ്റെ ചുമതലപ്പെട്ടവരാരും ഇങ്ങോട്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നത്. ഇപ്പോൾ പേരെഴുതി മേടിച്ചിട്ടുണ്ട്. പോലീസോട് സംസാരിച്ചു. പോലീസുകാരാണ് ഇപ്പം അതിൻ്റെ പേരെഴുതി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ആരൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരുടെ പേര്. ശ്രദ്ധിച്ചിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്താണെന്നുള്ളൊരു ചോദ്യം അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അല്ല, പിള്ളേരെ ഇങ്ങ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത നടപടി നമുക്ക് നോക്കാമല്ലോ. എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനായിട്ടാണ് ഈ രക്ഷകർത്താക്കളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ മക്കളെ വേഗം ക്യാമ്പിൽ നിന്ന് വിട്ട് കിട്ടുക, അതിനുശേഷം ഹോസ്പിറ്റലിൽ തങ്ങൾ കൊണ്ടുപോകാമല്ലോ എന്നുള്ളതാണ്. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയവർക്ക് മാത്രമല്ല, ഇവിടെ ക്യാമ്പിൽ കഴിയുന്നവർക്കും ഇങ്ങനെ ഛർദിയും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിന് കാരണം എന്താണെന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. അതിനു മുമ്പേ ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും ക്യാമ്പിനകത്തേക്ക് കടക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല. ക്യാമ്പിനുള്ളിൽ പോലീസുണ്ട്. പോലീസുമായിട്ടാണ് ഇപ്പോൾ ഇവർ ആശയവിനിമയം നടത്തുന്നത്. അതിനുശേഷം കുട്ടികളുടെ പേര് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികളുടെ പേര്
പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പേര് പോലീസ് എഴുതിയെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ കുട്ടികളെ ഇവർക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കൂടുതൽ രക്ഷകർത്താക്കൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം അവർ വിളിച്ചു ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലല്ല. ആദ്യം 20 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ നമ്പർ വീണ്ടും കൂടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ 70-ലധികം വിദ്യാർത്ഥികളെ 3 ആശുപത്രികളായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവരുടെ ആരുടെയും ആരോഗ്യനില ഗുരുതരമൊന്നുമല്ല, വളരെ തൃപ്തികരമായിട്ട് തന്നെയാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഛർദി, വയറിളക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഇവർക്കുള്ളത്. ഹോസ്പിറ്റലിൽ പ്രാഥമിക പരിഗണന നൽകിക്കൊണ്ടുള്ള ചികിത്സ നടത്തുന്നുണ്ട്. എന്തായാലും പക്ഷേ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. അതിനെ തുടർന്നാണ് ഈ രക്ഷകർത്താക്കൾ ഇങ്ങനെ കൂട്ടത്തോടെ ക്യാമ്പിലേക്ക് എത്തുന്നത്. കുട്ടികളെ കാണണമെന്നും അവരോട് സംസാരിക്കണമെന്നും ആവശ്യപ്പെടുന്നത്. പലർക്കും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അറിയുന്നത്. സംസാരിച്ചവർക്കാണെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് മക്കൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി കുട്ടികളെ വിട്ടുകിട്ടണം എന്നുള്ളതാണ്. എന്തായാലും ഈ ക്യാമ്പ് നടത്തുന്നവർ NCCയുടെ ചുമതലയുള്ള ആളുകൾ ഒരു കൃത്യമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. നിലവിൽ അറിയാൻ കഴിയുന്നത് ഇത്തരം ക്യാമ്പുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം നൽകുന്ന ഭക്ഷണത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചു വെക്കാറുണ്ട്. ആ സാമ്പിളുകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനി നിരവധി രക്ഷിതാക്കൾ വളരെ അവർ പറയുന്നുണ്ട്, ഈ മാധ്യമങ്ങളിൽ നിന്ന് ഈ വാർത്ത അറിഞ്ഞാണ് അവർ ആശുപത്രിയിലൊക്കെ എത്തുന്നത്. അപ്പോൾ ഈ NCC ക്യാമ്പിൽ ഇതിന് ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ എത്ര പേര് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ആ കുട്ടികളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്, ആ അപ്ഡേഷനൊന്നും പാരന്റ്സിന് നൽകുന്നില്ല അരുൺ? ഇല്ല, അങ്ങനെ ഒരു വിവരവും നൽകുന്നപ്പോൾ നിങ്ങൾ ഹെൽത്തിൽ നിന്നാണോ? അല്ല, ഞാൻ DMO ഓഫീസിൽ നിന്ന് ഇപ്പോൾ അറിഞ്ഞിട്ട് വരുന്നതാണോ? ഇപ്പോൾ ക്യാമ്പിനകത്തേക്ക് കയറാമോ? എന്താണ്? അല്ല, ഇപ്പോൾ അവരോട് ഗേറ്റ് തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഓപ്പൺ ചെയ്യാന്നാണ് പറഞ്ഞത്. കീ വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട്. 3 ഹോസ്പിറ്റലായിട്ട് വിദ്യാർത്ഥികൾ. എന്താ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കട്ടെ. അത് കഴിഞ്ഞ് ഒന്നും പറയാനൊന്നും പറയത്തില്ല. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും എടുക്കട്ടെ. അത് കഴിഞ്ഞ് ടീം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. DMO ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകത്തേക്ക് കയറണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം അകത്ത് നിന്ന് തന്നെ വരണം. ഈ ക്യാമ്പ് നടത്തുന്ന NCC അധികൃതരുടെ ഭാഗത്തു നിന്ന് വരണം. അതിനുശേഷമായിരിക്കും ഇവരെ അകത്തേക്ക് കടത്തിവിടുക. എന്നാൽ മാത്രമേ എത്ര കുട്ടികൾക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എത്ര പേരെ ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും 70-ലധികം വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഒരു ആശങ്കയോടെ തന്നെയാണ് ഈ രക്ഷകർത്താക്കൾ